വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. എന്ത് പറയാനാ, കുറേ കാലമായാലേ അമ്മ ഒന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അവൻ ഇത്രയും കാലം നമ്മോട് എന്താ പറഞ്ഞത് ഇടായിരുന്നു. സോറി, ഇത്രയും കാലം ഇടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പുതിയ ഇവൻ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ. പക്ഷെ കയ്യിൽ കിട്ടിയത് ബാഡ് പ്ലെയറിനാണ്. അല്ല, ബാഡ് എന്ന് പറയാൻ പാടില്ല, അത്യാവശ്യം അടിപൊളി പ്ലെയറിനെയാണ് നമുക്ക് കിട്ടിയത്. വേറെ ആരുമല്ല, എന്താ ഗോളി. ഇവനെ അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് 300 ഉണ്ട്. ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യാം. 15. അപ്ഗ്രേഡ് ഫൈനലി. ഗോളി മാക്സ് കൺഫേം ബാക്ക്. അടിപൊളിയല്ലേ? ഓക്കെ, പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മളെ വീഡിയോ ഒക്കെ കുറേ കാലമായി, അത്രയും കാലം വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അധികം. എന്താ എത്ര 15 ആവുന്നതിന് 104 കുറച്ചും കൂടി വേണമായിരുന്നു. അപ്പം നമുക്കിന്ന് എന്താ കളിക്കാൻ ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ വിചാരിച്ച് കയറിയത്. ഇപ്പോൾ നമുക്കേ ഇവിടുത്തെ ഒരാളെ മാറ്റാനുണ്ട്. ഇവനെ മാറ്റിയിട്ട് വേറെ ആളെ വെക്കാം. പോട്ടെ. അവൻ്റെ നോക്കട്ടെ. അത് ആരാ പറഞ്ഞ? അയ്യോ, അത് ആരാ നിൽക്കുന്ന ഓർമ്മയില്ല. ഇവൻ്റേതാണോ ഒന്ന് ചെയ്യാനുണ്ടെങ്കിലും എന്ത് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോവാം. നമുക്ക് ഇതന്നെ കളിക്കാം. നമുക്ക് ഞാനിപ്പോൾ ഇതിലൊന്നും ലോവായിട്ടാണ് വരുന്നത്. നമ്മൾ അപ്ഗ്രേഡ് ആവും ഗൈസ്. അപ്ഗ്രേഡ് ആവും. ഇതൊന്ന് ക്ലൈം ചെയ്യാം. ഇന്നത്തെ ക്ലൈം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എടാ ഇപ്പം കൊടുത്തിട്ടാ പാവം കഴിയുന്നുണ്ട്. മുമ്പ് ഇതേപോലെ ന്യൂബാന്ന് പറഞ്ഞിട്ട് ഞാൻ കളിക്കാൻ കയറി. എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അവനെ കൂട്ടിയിട്ട് ഞാൻ കളിക്കാൻ കയറിയപ്പോൾ ലോഗിൻ നിറച്ച് എന്താണ് OVR 16, 116, 120 അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ 8 മിനിറ്റ്. പിന്നെ കുഴപ്പമില്ല, നോക്കണ്ടെന്ന് വിചാരിച്ചത് കളിക്കാൻ. ഇവൻ്റെ OVR എന്തായാലും കണ്ടാൽ ഞാൻ കിട്ടും. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, എൻ്റെ പുറത്തെ മെസ്സിയും ഉണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, സന്തോഷം. നമുക്ക് കളി തുടങ്ങാം. ഞാൻ പോർച്ചുഗലിന് ആ പാക്ക് തുറക്കുമ്പോൾ പോർച്ചുഗലിനെ കണ്ടപ്പോൾ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും കളി നമുക്ക് ശ്രദ്ധിക്കാം. പാസ് ഷൂട്ട്. ഓടാ, പുറത്ത് പോയടാ. Where are you going? I'm asking, where are you going? I am eating. You eating? പാകൽ ഇംഗ്ലീഷ് അറിയില്ല, വെറുതെ അതൊക്കെ പഠിച്ചിട്ട് പോയി. എന്ത് കഷ്ടാണ്ടാ. ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. ചെറുപ്പം മുതൽ ഒറ്റയ്ക്കിരിക്കാൻ പേടി. എടാ എന്ത് കഷ്ടാണ്. ഞാൻ എന്തെങ്കിലും പണ്ടാറന്നെ. ശരി, പണ്ടാറാം. ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പുറത്ത് കുറച്ച് ഡേഞ്ചറസാണ്. പുറത്ത് നല്ല ആൾക്കാരുണ്ട്.
ഇവിടെ വല്ല ഇരുന്നിട്ട് വല്ല കളിക്കിട്ട് നിസ്സാര സ്ഥലത്ത് പോയിരിക്കുക. പുറത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ റേഞ്ച് കിട്ടാൻ ഒത്തിരി കുറവാണ്. നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ലാഗ് അടിക്കുന്നുണ്ട്. ക്ലൈം ഗോ ബാക്ക്. ഓക്കെ, ഇത് കളിച്ചിട്ട് കുറേ കാലമായല്ലോ. വേഗം പ്ലാജസ് അല്ല ഡിസ്കൗണ്ട് വല്ല ഉണ്ടോ അതിൽ? ഇവിടെ ആൻറ്റിമാരൊക്കെ ഉണ്ട്, കാരണം അവരെ ഇതിൽ കളിക്കുകയാണ്. ഓ നമ്മൾ റവൽ വേണം. അപ്പം ഇത് നമുക്ക് കളിക്കാം. ലെവല് നമുക്ക് തീർക്കാം ഗൈസ്. ഇത് തീർക്കാം. ഇല്ലുള്ള ആൾക്കാർക്ക് അറിയില്ല ഞാൻ ഒരു യൂട്യൂബായിട്ട് ഇടുന്ന ഗൈസ്. ഇതിന് ഞാനിപ്പോൾ എന്താ ചെയ്യാം? ഞാൻ അതിനുള്ള കാരണം അധികം ഇതാക്കിയില്ല ഗൈസ്. ഉറക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ല നല്ല സംസാരിക്കാൻ പറ്റുള്ളൂ. അവിടെ സംസാരിച്ച അടിപൊളിയായിരുന്നു, അടിപൊളി അറ്റംപ്റ്റായിരുന്നു. കുട്ടികളുടെ കാരണം കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തിനാണ് ഇതായിട്ട് നടക്കണേന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. അങ്ങനെ ഞാൻ അങ്ങനെ മുഖമൊന്നും കാണിക്കില്ലെങ്കിലും ഒരു കളിക്കാനൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. മൈ ഫേവറേറ്റ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ഔട്ട് സൈഡ്. അപ്പോൾ ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കേണ്ടി നിങ്ങളൊന്നും വിചാരിക്കരുത് പ്ലീസ്. നമ്മൾ ഫേസ് കാണിക്കേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് അടിപൊളി അല്ലെങ്കിൽ ഒരു ഇതാവും. പക്ഷേ ഒരിത് കിട്ടി 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 ഇവ ലോത് അയ്യോ പെനാൽറ്റിയാ. ഇവിടെ കുറേ കുട്ടികളുണ്ട്, പണ്ടാറോ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ചിലപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ വന്നിട്ട് ഹായ് ഗേൾസ് എന്നൊക്കെ പറയും. അതാണ് ഇഷ്ടമില്ലാത്തത്. അയ്യോ കണ്ടവർ കളിക്കണമെന്നൊക്കെ കേൾക്കും. അത് നമ്മളൊരു ഇതായിട്ടാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ ടോമി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോഗുണ്ട്. നമ്മളെ ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കും. അവർ അതിൽ ചില ഞാൻ എഴുതുന്നതിലല്ല, ഞാനല്ല എഴുതണം. മെയിനായി എഴുതണേ എഡിറ്റർ എന്ന് പറയണ പുള്ളിക്കാരിയാണ് എഴുതണത്. അതൊന്നും മുണ്ടാണ്ടിരിക്കണ കേശു. നമ്മളെ എന്താണ് യൂട്യൂബിൽ തന്നെ കാണാം കുറേ കുട്ടികൾ ഇവിടെ ഉണ്ട്. ഒന്നും അല്ലാത്ത പോലെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇതിന് നല്ല കുട്ടികളുണ്ടായതാണ് ഫസ്റ്റ്. അപ്പം നല്ലൊന്നുമല്ല, 1 2 3 4 5 6 കുട്ടികൾ മാത്രം ഇപ്പം. പക്ഷെ ടോട്ടല് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഷോർട്സിലൊക്കെ ഒരു വീഡിയോ ഇടണം. വീഡിയോ ഞാൻ ഇടാം. ആ വീഡിയോ ഞാൻ ഒരു ദിവസം മുട്ടുന്നതായിരിക്കും. പക്ഷേ ആൻറ്റി ഉള്ളത് കുറച്ച് ആൻറ്റിക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ആൻറ്റിനോട് ചോദിച്ചിട്ടൊക്കെ ഒരു തീരുമാനം എടുത്തിട്ട് മാത്രമേ നമുക്കൊരു മതിയല്ലോ. മറ്റേന്ന് സെലിബ്രേഷനൊക്കെ ഇട്ട് നമ്മളാ ചില വീഡിയോയിലൊക്കെ കാണാം മരിച്ച് എൻ്റെ പിള്ളേരത്തോടണം അതൊക്കെ കാണാം. എന്തായാലും ദാറ്റ്സ് കാന ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇത് അവർക്ക് കിട്ടുമോ? ഞാൻ പറഞ്ഞില്ലേ മെസ്സി മുമ്പേ ഉള്ളതുകൊണ്ട് മാത്രം. മൈ ഫേവറേറ്റ് പ്ലെയർ ഈസ് ഓഫ് സൈഡ്. ഇവനെന്നും ഇതാക്കുന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിൽ ബോൾ കിട്ടുമ്പോഴത്തേനും ഓഫ് സൈഡാവും. പൊന്തിച്ചിട്ട് അടിക്കണം. ഒരു ഇതിലുണ്ടല്ലോ, പൊന്തിച്ചിട്ട് എറിയണം. അത് നമുക്ക് ഇനി ശ്രമിച്ചു നോക്കാം. ശ്രമിക്കാനുള്ള ടൈമൊന്നുമില്ല.
ഓ കിട്ടി കിട്ടി കിട്ടി. ഓടാനാ കുറച്ച് ബുദ്ധിമുട്ട്. ഇങ്ങനെ ഓടുമ്പോൾ ഒരു കറവുണ്ടത്. എന്നാ ഇതിൻ്റെ ഇണ്ടിയൊക്കെ ഓ എൻ്റെ വീണ്ടും മരിച്ച് എൻ്റെ പിള്ളേരെ തുടങ്ങണം. ഓക്കെ ഫിനിഷ്. 4 മിനിറ്റ് അല്ലേ കൊടുത്തിരിക്കണേ? ഞാൻ 2 മിനിറ്റാണ്. അല്ലാതെ 2 മിനിറ്റ് തരാമത് 4 മിനിറ്റ് ഓപ്ഷനാ. ഓക്കെ ലാസ്റ്റ് ഗോൾ മെസ്സി. മെസ്സി അങ്ങനെ മെസ്സി. എൻ്റെ പൊന്നെ ഇത് നല്ല അള്ള കുറച്ച് ടറാണ് പറയുക. കുറച്ച് കണ്ടിട്ട് പൊയ്ക്കാം. മെല്ലെ നീങ്ങും. കാരണം ഇവിടെ ഉള്ള കുട്ടികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിക്കണ കുട്ടികളാണ്. അത് നിങ്ങൾക്ക് അറിയാതല്ല, അവരതിൽ കാണിക്കണില്ലാന്നുള്ളു. അങ്ങനെ എന്നിട്ട് പിന്നെ കളിപ്പിക്കൂലേ, അതാണ്. നിങ്ങൾക്കിപ്പോൾ കേൾക്കുന്ന അറിയില്ല ആൻറ്റി പറയണേ. ഞാൻ ഇപ്പം എന്തായാലും പറയണ ആൻറ്റി കേൾക്കുമല്ലോ. പക്ഷേ ഇങ്ങോട്ട് കേൾക്കും. എന്താ എനിക്കറിയില്ല. സംസാരിക്കണ ചില സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിക്ക് ഇങ്ങനെ കേൾക്കും. അല്ല എപ്പോഴും ത്രോയിലല്ല നമുക്ക് കിട്ടുക. ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ഞാൻ ഇടുന്നതാണ്. ഫുട്ബോൾ പാർട്ട് 2. ഇവിടെ എന്തോ പൂച്ചകളൊക്കെ കരയണ സൗണ്ട് ഒക്കെ ഉണ്ട്. പേടിയുണ്ട്. നിങ്ങൾക്ക് തൊപ്പിനെ അറിയോ? പണ്ടത്തെ തൊപ്പി ഇപ്പോഴത്തെ തൊപ്പി എന്തോ മാറ്റല്ലേ. എനിക്ക് ഇവനാണ് ഇഷ്ടം. കണ്ടോ ഇവൻ്റെ ഒരു ഷൂട്ടുണ്ട്. പിന്നെ മെസ്സിനെക്കാട്ടും നല്ല മെസ്സുണ്ട്. ഫാസ്റ്റിൽ നല്ലൊരു പിന്നെ ഇപ്പോൾ വഴിക്ക് പോയായിരുന്നു. എന്താണ് അവർക്ക് സിമ്പിളായിട്ട് ആക്കിയെടുത്തിടവേ. ഒരു വെറുപ്പിയൊരു കടവുകൊണ്ട് എടുത്ത്. ആൻറ്റി നല്ല കളിപ്പില്ല. ഇത് എന്ത് പിന്നെ ഷോട്ട് കണ്ടത്? ടറ ഷോട്ട് നോക്കോട്ടാ. അടിപൊളിയൊരു പാസ്. നമുക്ക് ആലോചിച്ചിട്ട് ത്രോ ചെയ്ത പോലെ ഉണ്ടാ. ഞാൻ ത്രോ ചെയ്തപ്പോൾ ഹെഡ് എടുക്കാൻ വേണ്ടി ത്രോ ചെയ്താ. പക്ഷെ അതവൻ്റെ കയ്യിൽ പെട്ട്. എടുക്ക്. നമ്മുടെ കുട്ടികളൊക്കെ നല്ല ഇതാണ്. പസ് എൻ്റെ പാർട്ട് 2 നമുക്ക് ഈ ഇതില്ല ചലഞ്ച് നിറച്ച് നമുക്ക് ചെയ്യാം. ഫിനിഷ് ചെയ്യാം. ഇത് കണ്ട ഇവൻ്റെ സ്പീഡിന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു കറവുണ്ട്. പക്ഷെ നമ്മൾ കറവിങ്ങനെ അടിയൊക്കെ ആക്കുമ്പോൾ അത് ലോങ് ഷോട്ടില്ല. നോക്ക് ഞാൻ അങ്ങോട്ട് അടിയൊക്കെ ആക്കുമ്പോൾ കണ്ടോ നേരൊക്കെ ചെയ്യുന്നു. കണ്ടോ അല്ല ചെറിയ വളവുണ്ടോ?